ഇവിടെ ഒരു പെൻഷനും കിട്ടണില്ല. ഇല്ല, പെൻഷൻ ഇല്ല, കിട്ടണില്ല. അത് ഇങ്ങനെ ഇരിക്കുന്ന കാലം പിണറായി ഇരിക്കുന്ന കാലം വരെ ഒന്നും നടക്കൂല. ഈ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ കാണിച്ച നമ്മളെ പോലുള്ള എന്ത് ചെയ്യും? അത് ശരിയായ രീതിയല്ല. അപ്പം ഇതിന് എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. മേപ്പോട്ട് നോക്കിയിരിക്കുക, ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. എത്രയോ പൈസ രോഗി അമ്മമാർ അവർക്ക് പോലും നേർച്ച പെൻഷൻ പൈസ ഒന്നും നേർച്ച കിട്ടണില്ല. പിന്നെ ഇവർ എന്താണെന്ന് നമുക്ക് എന്ത് ഉദ്ദേശം വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ സാറേ. എനിക്ക് വേറെ മറുപടി പറയാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നുവെച്ചാൽ ഇതാണ് അനുഭവം. ഇവന്മാർ അത്രയും ജോലിന് പിരിച്ചു വിടണം, അല്ലാതെ സസ്പെൻഡ് ചെയ്തൊന്നും ഒരു മണ്ണാങ്കട്ടിയും പറയാനല്ല. എന്തിനാ വെറുതെ പാവപ്പെട്ടവരുടെ പൈസ ഇല്ലേ? അത് അർഹതപ്പെട്ടവന് കിട്ടണം. അർഹത ഉള്ള പറഞ്ഞാൽ BMW കാറുള്ളവൻ ഉദ്യോഗക്കാരൻ, കാരണം കമ്പനിയിൽ എല്ലാവൻ്റെ യൂണിയൻകാരന്മാർ അവർക്ക് ഇല്ലാമ അവരുടെ ശമ്പളം തികയാത്തത് കൊണ്ടായിരിക്കും ഇതെടുക്കുന്നത്. അങ്ങനെയല്ലേ മോനെ? എനിക്ക് എൻ്റെ വരുമാനം എനിക്കുണ്ട്. ആ വരുമാനമുള്ള ഞാൻ മോനെ പിടിച്ച് കഴിക്കുന്നത് ശരിയാണോ? അല്ല. സാധാരണക്കാർക്കാണ് കൊടുക്കാനുള്ളത് പെൻഷൻ, അല്ലാതെ ഈ ഗവൺമെൻറ് ജോലിക്കാർക്കല്ല. ഒരുപാട് ബാലൻസ് ഉണ്ട്, ഒരുപാട് 3-4 മാസത്തെ ബാലൻസ് ഉണ്ട്, ഒന്നും കിട്ടണില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ തന്നെ കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് ചെയ്യാനുള്ളത് ഈ വാങ്ങില്ലേ ഇവന്മാർ അത്രയും ജോലിന് പിരിച്ചു വിടണം, അല്ലാതെ സസ്പെൻഡ് ചെയ്തൊന്നും ഒരു മണ്ണാങ്കട്ടിയും പറയാനല്ല. എന്തിനാ വെറുതെ പാവപ്പെട്ടവരുടെ പൈസ ഇല്ലേ? അത് അർഹതപ്പെട്ടവന് കിട്ടണം. അർഹത ഉള്ള പറഞ്ഞാൽ BMW കാറുള്ളവൻ ഉദ്യോഗക്കാരൻ, കാരണം കമ്പനിയിൽ എല്ലാവൻ്റെ യൂണിയൻകാരന്മാർ അവർക്ക് പിടിച്ച് നിൽക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, അത് ധൈര്യമുള്ളവർക്കല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ, എല്ലാവർക്കും അടുത്ത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പം പാവപ്പെട്ടവനെ സൂക്ഷണം ചെയ്യണത്. അതുകൊണ്ട് അവന്മാർ ജോലിയിൽ സസ്പെൻഡ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. അവരൊക്കെ തൂക്കി ദൂരെ അറിയണം, ഡിസ്മിസ് തന്നെ ചെയ്യണം. അല്ല വേറെ എന്ത് പറയാൻ ഒരു പറയാനല്ല. പാവപ്പെട്ടവൻ്റെ പൈസ എത്തുന്ന വെച്ച് എന്തിനു പറയാനും കിട്ടാനുണ്ട്? ഒന്നും കിട്ടാൻ ഒരു ഇതുമില്ല. എത്ര പേര് മരുന്ന് വാങ്ങിക്കാൻ വഴിയിലാണ് കിടക്കണമെന്ന് അറിയാമോ? ഇതാ പറഞ്ഞ ഒരു പാവത്തിന് നോക്കി, ഇതാ പറഞ്ഞ ഒരു പാവം അയാളൊക്കെ എന്ത് കഷ്ടപ്പെടുന്നു അറിയാമോ? അങ്ങനെ ഉള്ളവരെ പൈസ എടുത്ത് തിന്നിട്ടൊന്നും പറയാനല്ലേ. ഇത്രയും പിന്നെ ഇതിപ്പോൾ എത്ര കോടി രൂപ പോയി? എത്ര 1000 കോടി രൂപയാണ് പോയത്. ഇതുമാതിരി ഇന്നലല്ലേ വാങ്ങിക്കാൻ തുടങ്ങിയത്. ഇപ്പം 1 വർഷം അതിൻ്റെ വാങ്ങിക്കുന്നുണ്ട്, 6 മാസം അതിൻ്റെ വാങ്ങിക്കുന്നുണ്ട്, 2 വർഷം അതിൻ്റെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടനെ ചൂഷണം ചെയ്യില്ലേ. അപ്പോൾ ഈ പൈസ അത്രയും തിരിച്ച് പിടിക്കണ മാത്രമേ ഇവന്മാർ ഒരുത്തരും ജോലിയിൽ സസ്പെൻഡ് എന്നുള്ള പരിപാടിയല്ലേ. എടുത്ത് ദൂരെ കളയുക, ഡിസ്മിസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് ചെയ്യാനുള്ളത്, അല്ലാതെ ഇതിൽ ഒരു പ്രയോജനമില്ല. നമ്മുടെ ഭർത്താവ് ജോലി ഇല്ലാതെ സുഖമില്ലാത്ത ഒരാളാണ്. നമ്മൾ കണ്ട വീട്ടിൽ കിടന്ന് കരിക്കല മഴക്കി ജീവിക്കുകയാണ്. എഴിച്ചടക്കാൻ ജീവനില്ലാതെ. എനിക്കും പെൻഷനില്ല, എൻ്റെ ഭർത്താവിനും പെൻഷനില്ല. 4 വീട്ടിൽ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കണം, അതും ശമ്പളം നല്ലതായിട്ട് തരുന്നില്ല. ഇപ്പം ഭർത്താവ് ആശുപത്രിയിൽ നമ്മൾ കണ്ടെടുത്ത് കരിക്കലം മഴക്കി തെക്കോട്ടും വടക്കോട്ടും അലയുന്നു. ഇത് തന്നെയാണ് എൻ്റെ അവസ്ഥ. എന്ത് ചെയ്യും? ഗവൺമെൻറ് ഉള്ളവർ ഒരു പുണ്ണാക്കും ചെയ്യുന്നില്ല. നമ്മൾ കാർഡ് ഇല്ല, ഈ ആശുപത്രി കാർഡ് ഇല്ല. ഭർത്താവിന് സുഖമില്ലാതെ ഇരുന്നാൽ അത് വേറെ. നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഗൾറ്റില്ലാതെ വയസ്സായി പോകുന്നു, ഓരോ വർഷമായിട്ട് പോകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? മേപ്പോട്ട് നോക്കിയിരിക്കാം, ഇത്രയേ ഉള്ളൂ നമ്മുടെ. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. നമുക്കില്ല. നമ്മളെ പോലെ ഉള്ളവർക്കാണല്ലേ നിങ്ങൾ ആനുകൂല്യത്തിന് വന്നത്. ഒരു പുണ്ണാക്കും ഇല്ല. എൻ്റെ ഭർത്താവിന് പെൻഷനും ഇല്ല. ഇനി എഴുതി കൊടുക്കണം, കിട്ടണ കാര്യം നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. എഴുതി കൊടുത്തിട്ടുണ്ട്. ഭർത്താവിന് 60 വയസ്സൊക്കെ കഴിഞ്ഞു, എനിക്കും കിട്ടിയില്ല. ഇനി ഞങ്ങൾക്ക് ഇനി അപ്ലൈ ചെയ്ത് എഴുതി കൊടുക്കണം. കിട്ടിയില്ല. വീട് വയ്ക്കാൻ മെയിൻ്റനൻസിന് കിട്ടണില്ല, വീട് വയ്ക്കാൻ കിട്ടണില്ല. ഈ ഉള്ളവർക്കേ അണ്ണാക്കൽ വാരി നിറയ്ക്കണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതിന് എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. മേപ്പോട്ട് നോക്കിയിരിക്കുക, ഇത്രയേ ഉള്ളൂ. നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഇവിടെ ഒരു പെൻഷനും കിട്ടണില്ല. ഇല്ല, പെൻഷൻ ഇല്ല, കിട്ടണില്ല. അത് ഇങ്ങനെ ഇരിക്കുന്ന കാലം പിണറായി ഇരിക്കുന്ന കാലം വരെ ഒന്നും നടക്കൂല. അനർഹർ പലരും ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നു. അതെ, അത് നടപടി നല്ല എടുക്കേണ്ടതാണ് കാര്യം. ഈ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ കാണിച്ച നമ്മളെ പോലുള്ള എന്ത് ചെയ്യും? അത് ശരിയായ രീതിയല്ല. സർക്കാർ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷനെ കവർന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അത് ആരായാലും ശരിയാണ്, അതിന് നടപടി എടുക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. അവർ ജോലിയിൽ നിന്ന് പിടിച്ചുവിടണോ? എന്താണ് സാധാരണക്കാരനിലേക്ക് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? അല്ല, അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറയാനുള്ള അധികാരം എനിക്കില്ല. പക്ഷേ എങ്കിലും ഗവൺമെൻറ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അവരുടെ മറ്റുള്ള സാമ്പത്തികമായിട്ടുള്ള അവരുടെ വസ്തുവകൾ കണ്ടെത്തി അവരിൽ നിന്ന് ഈടാക്കണം. കാര്യം ഇത്തരം കാര്യം ചെയ്യാൻ പാടില്ല. ഇത് നാട്ടിൽ ഇതിനു മുമ്പ് നടക്കുന്നുണ്ട് ഇങ്ങനെ. ഈ സാധാരണക്കാരന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വാങ്ങിക്കുക. ഇത് ഒരു ആൾക്കാരിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അത് ശരിയായ രീതിയല്ല. പാവപ്പെട്ടവർക്ക് പെൻഷൻ തന്നെ നമുക്ക് നേരെ കിട്ടില്ല. പിന്നെ ഞാൻ എന്തെന്ന് സാറിന് പറയാം, നമുക്കൊരു ജോലി തന്നെ ചെയ്യണത് തന്നെ നമുക്കത് ശമ്പളമായിട്ടൊന്നും നമുക്ക് ഇത് കിട്ടില്ല. ഞാൻ ഇവിടെ ഈ കോർപ്പറേഷനിൽ ഹരിതയിൽ പ്ലാസ്റ്റിക് എടുക്കണേ ഹരിത നമുക്ക് തന്നെ നേരെ
പെൻഷൻ തന്നെ കിട്ടില്ല. നമുക്കെങ്കിൽ ആണും തൂണുമില്ലാത്ത വീടുകളൊക്കെയാണ് നമ്മളെ ഇത്. ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് പിന്നെ ഇവർ ആർക്ക് കൊടുക്കും? ഒന്ന് സാർ പറ, ആർക്ക് കൊടുക്കും? അത് എനിക്ക് വേറെ ഒന്നും സാറിൻ്റെ പറയാനില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി പറയാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല സാറേ. ഇപ്പം ഗവൺമെൻറ് ജീവനക്കാരടക്കം ഇത്തരത്തിൽ പെൻഷൻ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട പെൻഷൻ വാങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ രീതിയിൽ എത്രയോ അമ്മമാരുണ്ട്, എത്രയോ നമ്മൾ ഇങ്ങനെയും കഷ്ടപ്പെട്ട് ജീവിക്കും. എത്രയോ പൈസ രോഗി അമ്മമാർ, അവർക്ക് പോലും നേർച്ച പെൻഷൻ പൈസ ഒന്നും നേർച്ച കിട്ടണില്ല. പിന്നെ ഇവർ എന്താണെന്ന് നമുക്ക് എന്ത് ഉദ്ദേശം വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ സാറേ. എനിക്ക് വേറെ മറുപടി പറയാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നുവെച്ചാൽ ഇതാണ് അനുഭവം. എന്നുവെച്ചാൽ പാവപ്പെട്ടവർ ഈ പൈസ പെൻഷൻ തരാതെ ഇങ്ങനെ പിടിച്ച് എൻ്റെ ഈ പാവപ്പെട്ടവർക്ക് ഈ രോഗികളും വയ്യാതെ കിടക്കണം അവർക്ക് കൊടുത്തിട്ട് പിന്നെ ഇതെന്തോന്ന് എന്താ ഇതായിട്ട് മന്ത്രിയായിട്ടോ അല്ല എന്തൊരു ഇതായിട്ട് നമ്മൾ ജീവിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ ഈ പാവപ്പെട്ടവർ ഇങ്ങനെ കൊടുക്കണം, അത്രേ ഉള്ളൂ. ഞാനും കഷ്ടപ്പെട്ടതിന് ഞാനും ഇന്ന് കൊട്ടി ഇന്ന് നമ്മൾ കലം ചട്ടിട്ട് ബാക്കിനെ നമ്മളൊക്കെയാണ്. നമ്മളെന്തോന്ന് പറയാം, എനിക്ക് ഇത്രേ പറയുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓണം കഴിഞ്ഞതിന് ശേഷം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് മുമ്പത്തൊക്കെ കിട്ടിയോ? അതിന് ഓണത്തിന് മുമ്പ് 2 മാസത്തെ ഒരുമിച്ച് കിട്ടി. ഓണം കഴിഞ്ഞിട്ട് പെൻഷൻ വന്നില്ല എന്നാണ് പറയുന്നത് ബാങ്കിൽ ചെല്ലുമ്പോൾ. ഇപ്പോൾ വരുന്ന വാർത്തകളൊക്കെ കാണാറുണ്ടോ? വാർത്തയൊക്കെ ഉണ്ട്. അത് എന്തോ പ്രശ്നം കൊണ്ട് മുടങ്ങി കിടക്കുന്നെന്നാണ് പറയുന്നത്. അതല്ല, ഇപ്പം സർക്കാർ ജീവനക്കാരൊക്കെ പെൻഷൻ വാങ്ങുന്നു, അനർഹർ ജോലിക്കാരനെ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെ പറയുന്നത്. എന്താ പറയുക അതിനെക്കുറിച്ച്? എന്തോ പറയാനായിട്ട് നമ്മളെ പോലെ അവർക്ക് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർ വാങ്ങിക്കുന്നത്. പാവങ്ങളെ വയറ്റിലടിച്ചിട്ട് അവരെടുക്കുന്നത്. അത് ഉള്ളവരാണെങ്കിൽ എടുക്കും. അത് ഇല്ല, അത് പാവപ്പെട്ടവർക്കല്ലേ കൊടുക്കുള്ളൂ. എന്നെ പോലെ ഇഷ്ടം പോലെ അമ്മച്ചിമാരും അങ്കിളുമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കിട്ടാനുള്ള അർഹതയുണ്ട്. അപ്പോൾ അത് കൊടുക്കാതെ അവരെടുക്കുന്നതിന് നമുക്കൊന്നും പറയാൻ ഒക്കില്ല. അവർക്ക് അവരെ ശമ്പളം തികയാത്തത് കൊണ്ടായിരിക്കും ഇതെടുക്കുന്നത്. അങ്ങനെയല്ലേ മോനെ? ഇപ്പോൾ എനിക്ക് എൻ്റെ വരുമാനം എനിക്കുണ്ട്. ആ വരുമാനമുള്ള ഞാൻ മോനെ പിടിച്ച് കഴിക്കുന്നത് ശരിയാണോ? അല്ല. അതുകൊണ്ട് അത് നമുക്ക് മുകളിൽ ഒരു ആൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ എങ്ങും മോനില്ല മോനെ, എനിക്ക് സുഖമില്ലാത്ത ഞാൻ വീട്ടിൽ തന്നെ. ഇതെൻ്റെ സഹോദരൻ്റെ മോന് സോപ്പൊടി വാങ്ങിക്കാൻ വന്നത്. അത് വളരെ പ്രയാസപ്പെട്ടാണ് നടന്നു വരുന്നത്. തീരെ വയ്യ. എനിക്ക് 75 വയസ്സ് തികയാൻ പോകുന്നു. എനിക്ക് മക്കളില്ല. 3 മക്കളുണ്ടായിരുന്ന കുഞ്ഞിലേ മരിച്ചുപോയി. എൻ്റെ ഭർത്താവും ബന്ധം വീട്ടിൽ പോയിട്ട് 44 വർഷം കഴിഞ്ഞ്. അങ്ങനെ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പറ്റാതെ വന്നപ്പോഴാണ് പെൻഷൻ എഴുതി കൊടുത്ത് പെൻഷൻ കിട്ടുന്നത്. ഇപ്പം ഗവൺമെൻറ് പറയണത് കോർപ്പറേഷൻകാർക്കും പഞ്ചായത്തുകാർക്കും കുറേ പേർക്ക് കൊടുക്കുന്നുണ്ട്, കുറേ പേർക്ക് കൊടുക്കുന്നില്ല. അത് എന്തരാണെന്ന് നമുക്കറിയില്ലല്ലോ. എല്ലാം ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ. അത് തന്നാൽ വാങ്ങില്ല, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ മാറി സർക്കാർ തരുന്ന റേഷനുണ്ട്. വണ്ടും പുഴുക്കളും അത് വയ്ക്കണമെങ്കിൽ ഒന്നാമത് ഈ വയ്യാത്ത നമുക്ക് കണ്ണിനും ചെറിയ മങ്ങലുണ്ട്. അത് നുള്ളിപ്പറക്കി എടുത്ത് വയ്ക്കണമെങ്കിൽ നാളത്തേക്ക് ഇന്നേ ചെയ്ത് വയ്ക്കണം. അങ്ങനെയുള്ള റേഷൻ കിട്ടുന്നുണ്ട്. അത് ചമ്പാവരിയിലാണെങ്കിൽ കൊവുന്ന വെള്ളയരിയും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് റേഷൻ കിട്ടുന്നത്. അപ്പോൾ റേഷൻ കടക്കാരെ പറയാൻ പറ്റില്ല. ഇതെല്ലാം അവിടെ നിന്ന് വരുന്നതാണ്. തെറ്റാണോ മോനെ? ഇത് കറക്റ്റായ ഒരു കാര്യമാണ് ഞാൻ പറയണത്. അങ്ങനെ നമ്മളൊരു സാധനം കൊടുത്താൽ അത് നല്ലതായിട്ട് കൊടുക്കണം. കുറച്ചായാലും കൂടുതലായാലും, അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ള ഇത് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് എന്തൊരു തീരുമാനിക്കണം അതേപോലെ പാവങ്ങൾക്ക് കൊടുക്കട്ടെ. ശരി, അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ഗവൺമെൻറ് തെറ്റാണെന്നും നമ്മൾ വലുതാണെന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഗവൺമെൻറ് നല്ലതാണ്, പാവങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഇടക്കാലം കൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇല്ലെങ്കിൽ അവർ മാസം തോറും തന്നുകൊണ്ടിരുന്നത് തന്നെ. പിന്നെ ഇപ്പം പലയിടത്തും ഈ വെള്ളപ്പൊക്കവും പിന്നെ ഉണ്ടല്ലോ ജനങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തവർക്കൊക്കെ സഹായിക്കുന്നത് കൊണ്ട് അത് നമ്മൾ നമ്മുടെ നിന്ന് പിടിച്ചെടുത്താണ് അയക്കണമെന്നുള്ള ഒക്കെ വന്ന് അത് കൊടുക്കട്ടെ. നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മളെ പോലെ തന്നെ അവർ
നഷ്ടം. സർക്കാർ കട എടുത്തിട്ടാണ് പെൻഷൻ തരുന്നത്. അതിലും ഈ അനർഹർക്ക് കയറി പറ്റുന്നെന്നാ പറയുന്നു. പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാ ഓഫീസിലെ ജോലിക്കാരും പൈസ എടുക്കണമെന്ന് പറയുന്നു. അത് പലിശ സഹിതം പിടിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വാർത്തയിൽ പറയുന്നുണ്ട്. ഇതിലൊന്നും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. തന്നാൽ വാങ്ങിക്കുക നമ്മുടെ ഒരു ചിലവ്. അത് 2 മാസം നമ്മൾ കടം വാങ്ങിച്ച് ചിലവ് നടത്തി കഴിഞ്ഞാൽ 6 മാസത്തെ കടം തീർക്കാൻ കഴിയില്ല അവർ തരുന്ന പൈസ. ശരിയല്ലേ മോനെ? മോനെന്ന് വിളിക്കണേ തെറ്റുണ്ടായി. എൻ്റെ കൊച്ചുമോൻ്റെ പ്രായമേ ഉള്ളൂ, സഹോദരൻ്റെ ചെറിയ കൊച്ചുമോൻ്റെ വയസ്സേയുള്ളെന്നോ. അതുകൊണ്ട് അത് ഈ എല്ലാവരും മോനെ മോനെന്ന് വിളിച്ച് അതേ വരുള്ളൂ. പേരങ്ങനെ വരില്ല. എൻ്റെ പേര് കെ ആലീസ്. ഞാൻ എമ്മൻചർച്ചിലുള്ളതാണ്. അത് പള്ളിയിൽ പോലും പോകാൻ വയ്യാതെ ആണ് വീട്ടിൽ ഇരിക്കുന്നത്. ഇപ്പം അതൊക്കെ ഇങ്ങോട്ട് വരണതിന് അവിടെ നിന്ന് 1/2 മണിക്കൂറാവും ഇത് നടന്ന് കയറാൻ. അപ്പുറത്തെ സ്ഥലത്തൂടെയാണ് നടന്ന് പോവേണ്ട വഴി എനിക്ക്. അത് ഒത്തിരി തേരിയായതുകൊണ്ട് ഇതിലേ കയറി വരണത്. സാധാരണക്കാർക്കാണ് കൊടുക്കാനുള്ളത് പെൻഷൻ, അല്ലാതെ ഈ ഗവൺമെൻറ് ജോലിക്കാർക്കല്ല. ഇത് പെൻഷൻ പറ്റിയവർക്ക് പാവങ്ങൾക്കാണ് കൊടുക്കാനുള്ളത്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ വയസ്സായിട്ടില്ല, 60 വയസ്സായാലേ കിട്ടുള്ളൂ. അതേ ഉള്ളൂ. ഇത്രേ എനിക്ക് പറയാം. ഒരുപാട് സർക്കാർ ജോലിക്കാരും ഉണ്ട് ഇതിൽ, ഒരുപാട് പേര്. എന്തൊരു ചെയ്യാം, ഇതെല്ലാം ഒരു വെരിഫിക്കേഷൻ ചെയ്താലേ പറ്റുള്ളൂ. ഇതൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരും അപേക്ഷ എഴുതി കൊടുക്കുമ്പോൾ ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നു. ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ തീർച്ചയായിട്ടും സർക്കാരിന് ഇത് ഉത്തരവാദിത്വം ഉള്ളതാണ്. അവർ മുൻഗണനയിൽ നിൽക്കണം ഇത്, എന്നാലേ ഇതിൻ്റെ പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ. സാധാരണക്കാർക്ക് ലഭിക്കേണ്ട എല്ലാ പെൻഷനുകളും അനർഹതമാകുമെന്നാണ് കേൾക്കുന്നത്. അത് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും ജനങ്ങളുടെ കയ്യിലെത്തുന്നില്ല. പൊതുവേ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ ഗവൺമെൻറ് കീഴിലുള്ള ഉദ്യോഗസ്ഥരുടെ പിടിപ്പേട് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരണം. അത് ഗവൺമെൻറ്റിലെ മന്ത്രിമാർ വിചാരിക്കണം. ഇവർ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ കാര്യം. ഇപ്പം ഭരിക്കുന്ന മന്ത്രിമാർ ജനങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ ഭരണത്തിൽ നടത്തുന്നത് കീഴുദ്യോഗസ്ഥന്മാരാണ്. അത് കോർപ്പറേഷൻ മുതലായിരുന്നാലും അങ്ങോട്ട് മേളിൽ തട്ടിലോട്ട് അങ്ങോട്ട് കംപ്ലീറ്റ് അതാണ് നടക്കുന്നത്. 4 പേര് പെൻഷൻ ഇതുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. 3 പെൺപിള്ളേരാണ്. കാര്യം ഇതിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എൻ്റെ അമ്മാവി ഉൾപ്പെടെ ഭർത്താവ് മരിച്ചുപോയി. പിന്നെ പിള്ളേരെയൊക്കെ അയച്ചാണ് അവർ മരുന്ന് വാങ്ങിക്കാനും അതിനൊക്കെയാണ് കഴിയുന്നത്. അങ്ങനെയുള്ള ഒരുപാട് അത് നമ്മളെ സാധാരണപ്പെട്ടവരൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതുകൊണ്ട് ഒരുപാട് ഈ പൈസ കൊണ്ട് ഇത് പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. പിന്നെ ഇത് ഒരു കണക്കിന് കുഴപ്പമാണ്. കാര്യം കാശ ഇപ്പം എവിടെ അത് അന്വേഷണം എന്തോ നടക്കുന്നതല്ലേ, അത് കർശന നടപടി എടുക്കുക. അത്രയേ ഉള്ളൂ അഭിപ്രായമുള്ളൂ. പലരും അതായത് സർക്കാർ കടം വാങ്ങിയിട്ട് ഇത്തരം ഒരു പെൻഷൻ നൽകുമ്പോൾ അതിൽ അനർഹമാകുന്ന കോടികളാണ് അവർ ഇത്തരത്തിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ സർക്കാർ കർശന നടപടി എടുക്കുക. എവിടെ നടപടിയൊന്നും എടുക്കില്ല. എല്ലാം നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ്. എല്ലാ പാർട്ടിയിലും ഉണ്ട്. 3 പാർട്ടിയിലുള്ളവരും പൈസ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയം നോക്കാതെ അർഹതയുള്ളവരൊക്കെ കൊടുക്കുക. കാര്യം എൻ്റെ അമ്മാവി ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, അവരൊക്കെ അവന് വേണ്ടി പ്രതീക്ഷിച്ചിരിപ്പുണ്ട്. കർശനമായിട്ട് എടുക്കണം. രാഷ്ട്രീയം നോക്കല്ലേ. അതിൻ്റെ നടപടി എടുത്താൽ പാവപ്പെട്ടവരുണ്ട്. ഇതിൻ്റെ പാവപ്പെട്ടവരൊക്കെ അതിൻ്റെ അർഹത കിട്ടണം. കാര്യം എനിക്ക് ഒരുപാട് പേരെ അറിയാം. എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഒരുപാട് പേരുണ്ട്. നോക്കി നോക്കി എൻ്റെ ഒന്ന് ചോദിക്കടാ, പത്രത്തിൽ നോക്കടാ, ഒന്ന് മൊബൈലിൽ നോക്കടാ, ന്യൂസ് ടി വി നോക്കടാ എന്നൊക്കെ പറയും. അതുകൊണ്ട് കർശനമായിട്ട് നടപടിയെടുത്ത് പാവങ്ങൾക്ക് അർഹതയുള്ളവരൊക്കെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പറയാം. അതിൽ രാഷ്ട്രീയം നോക്കാതെ. സാധാരണക്കാരുടെ കാശ് എടുത്തുകൊണ്ട് പോകണവർ അതിൻ്റെ നിയമത്തിന് പോയി കൊണ്ടുതരാൻ തന്നെ വേണം. പുറത്ത് വരണം ഇതാരൊക്കെയാണെന്ന്. പേര് പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല സർക്കാരിന്. അതെന്തുകൊണ്ടാണ് മറക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർ ഇത് പുറത്ത് അറിയിക്കുക തന്നെ വേണം. പുറത്ത് ആളെ കാണിക്കുക തന്നെ വേണം. അതിന് മടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും കള്ളനെ പുറത്ത് കൊണ്ടുവരിക. അതേ ഉള്ളൂ. കാരണമില്ല. അമ്മമാർ BWയുടെ വണ്ടിയൊക്കെ ഉള്ളവന്മാരാണ് കാണുക. പാവപ്പെട്ട എന്നെ പോലുള്ളവർക്കില്ല. അത് വലിയ കഷ്ടമാണ്. സർക്കാർ പലപ്പോഴും കടമെടുത്താണ് ഈ പെൻഷനൊക്കെ കൊടുക്കുന്നത്. എന്നാലും ക്ഷേമ ഒരുപാട് ബാലൻസ് ഉണ്ട്. ഒരുപാട് 3-4 മാസത്തെ ബാലൻസ് ഉണ്ട്. ഒന്നും കിട്ടണില്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ തന്നെ കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അനധികൃതമായി പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് പൊതുജന അഭിപ്രായം.
ക്യാമറാമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.